ഒരു യാത്രാമധ്യേ യുവതിയും സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നു. ഈ അപകട സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയവരിൽ നിന്ന് ആ വാഹനാപകടത്തിൽ നിന്ന് ഏറ്റ മുറിവിനേക്കാൾ വേദനയാണ് ഉണ്ടാക്കിയത്. ആ യുവതി, ആ പെൺകുട്ടി നമ്മളോടൊപ്പം ചേരുകയാണ് 24-നൊപ്പം. എന്താണെന്ന് സംഭവിച്ചത്? 3-ാം തീയതി വൈകുന്നേരമാണ് അപകടമുണ്ടാകുന്നത്. ഞങ്ങൾ ആക്ച്വലി എൻ്റെ ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും കുട്ടികളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ആളൊന്ന് മയങ്ങിപ്പോയി. അത് വണ്ടി ഡിവൈഡറിൽ ഇടിച്ച് ആക്സിഡൻ്റ് ആയി. എനിക്ക് ഓൾറെഡി ബ്രീത്ത് ഔട്ടായി. എനിക്ക് ആസ്മേഷം ഉണ്ട്. സോ ഞാൻ ഓൾറെഡി ബ്രീത്ത് ഔട്ട് ആയപ്പം ആദ്യം അവിടെ ഒരു പെട്ടിയാട്ടം വന്നു. അപ്പം അതിൽ 2 ചേച്ചിമാരും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നെ വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം സ്പോട്ടിൽ തന്നെ ആക്സിഡന്റ് നടന്ന സൗണ്ട് കേട്ട് ബൈക്കിൽ വേറൊരാളും വന്നു. പുള്ളിക്കാരൻ വന്ന് ഇറങ്ങി എന്നെ പിടിക്കുന്ന സമയത്തേക്ക് എനിക്ക് ആകെ ബ്ലറർ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. നടത്തല്ലേ, ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു വേണ്ട എടുക്കാമെന്ന് പറഞ്ഞു. പുള്ളി അപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് വന്ന ആ പുള്ളി, അതായത് സിനിൽ സബാദ്, പുള്ളി വന്നിട്ട് എൻ്റെ ഫ്രണ്ട് നെഞ്ചു ഭാഗത്തുനിന്ന് കൈയെടുത്തിട്ട് പിടിക്കാൻ നോക്കി. മറ്റേ ചേട്ടൻ വന്നിട്ട് അപ്പോൾ കാലുഭാഗത്തും പിടിച്ചു. എനിക്ക് സംസാരം വരുന്നുണ്ടായിരുന്നില്ല, സൗണ്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നു ആക്സിഡന്റ് തന്നെ. അപ്പോൾ എൻ്റെ കരച്ചിൽ കേട്ട് ഇവർ വിചാരിക്കണം ഞാൻ ആക്സിഡന്റ് വേദനിച്ചിട്ട് കരയുകയാണെന്നാണ്. പക്ഷെ പുള്ളി ആ സമയത്ത് പുള്ളിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി ഇച്ചിരി ഒന്ന് നടക്കണം, കുറച്ച് സ്റ്റെപ്പ് വെക്കണം. ഒരു 40-50 മീറ്ററോളം വരുമായിരിക്കും, കൃത്യമായിട്ട് അറിയില്ല. അപ്പം ആ പെട്ടിയാട്ടോയിൽ നിന്നാണ് ഞങ്ങളെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ പെട്ടിയാട്ടോയിൽ കയറ്റുന്ന സമയത്ത് ഈ പുള്ളി ആ സമയത്ത് എന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, പുള്ളിക്ക് പറ്റുന്ന രീതി പുള്ളി ഉപയോഗിച്ചോണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ആ വേദന കൊണ്ട് കരഞ്ഞിട്ട് അതാരും മനസ്സിലാക്കുന്നില്ല. നോർമലി എന്താ ചിന്തിക്കുക, അപ്പോൾ ആക്സിഡന്റ് നടന്ന വേദനയിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ ഈ പുള്ളി വന്നപ്പോൾ ഈ പുള്ളിയുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നായിരിക്കും. എന്നിട്ട് ഞങ്ങൾ എന്നെ സ്ട്രെച്ചറിൽ കിടത്തേക്കുന്നു കാഷ്വാലിറ്റിയിൽ. ദെൻ വണ്ടി ഓട്ടിച്ച ആളെ അടുത്ത സ്ട്രെച്ചറിൽ വേറൊരു എൻ്റെ അടുത്തേക്ക് എനിക്ക് കാണുന്ന ഭാഗത്തിന് തന്നെ കിടത്തേക്കണം സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം പുള്ളിക്കാരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് റെഫറൻസ് മേടിച്ച് വേറെ ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ പൊയ്ക്കോണം എന്ന് പറഞ്ഞു. പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഡോക്ടർ ഒന്ന് മാറി ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയ സമയത്ത് പുള്ളി നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നടന്ന ഒരു സംഭവത്തിലും തനിക്ക് ഒരു പരാതിയുമില്ല, ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടുമില്ല, തനിക്കൊരു പ്രശ്നവുമില്ല. ഇവിടുന്ന് റെഫറൻസ് എടുത്ത് നിങ്ങളുടെ നാട്ടിൽ എവിടാന്ന് വെച്ചാൽ നിങ്ങൾ പോയി ചികിത്സിച്ചോണം. പറഞ്ഞ മനസ്സിലായല്ലോ, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോക്കണം. ഇതാരാണ് പറഞ്ഞത്? സിനിൽ സവാദ്. അത് എനിക്ക് പേരറിയില്ലായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, അതായത് സ്ട്രെച്ചർ കൊണ്ടുവരികയും ആംബുലൻസ് ഓട്ടിക്കുകയും അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതില് ഞാൻ 2 പേരെ വിളിച്ചിട്ടാ ചോദിക്കുന്നത് ഇപ്പൊ ഒന്ന് സംസാരിച്ച പുള്ളിക്കാരൻ ആരാന്ന്. ഭീഷണിയുടെ സ്വരമായിരുന്നു. ആയിരുന്നു, നന്നായിട്ടായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള ഇത് നമുക്കുണ്ടല്ലോ. അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് പേര് പറഞ്ഞു തരുന്നത്. പിന്നീട് ഞാൻ കേസ് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് പുള്ളി ഇങ്ങനെ വ്യാപാര വ്യവസായ സംഘത്തിന്റെ പ്രസിഡന്റ് ആണ് എന്നൊക്കെ അറിയുന്നത്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാണ് പിന്നീട് പരാതി കൊടുക്കുന്നത്? ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എന്നെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ അവിടെ ആരോടും പറഞ്ഞില്ല, പക്ഷെ നടന്ന സംഭവം ഒന്നും പറഞ്ഞില്ല. എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ എക്സ്റേ റൂമിൽ ഇന്ന് ഒരു ഡോക്ടർ ചേച്ചിയായിരുന്നു, ഒരു ലേഡി. അപ്പം ചേച്ചി ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് എൻ്റെ ദേഹത്തുണ്ടായ പാടുകൾ കണ്ടിട്ട് എൻ്റെ കരച്ചിലും സഹിക്കാൻ വേദന കണ്ടിട്ട് ചേച്ചി ചോദിച്ചു ഇത് ആക്സിഡന്റിൽ ഉണ്ടായതല്ല, ഇത് എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ നടന്ന സംഭവം പറയണം. ചേച്ചി ഇങ്ങനെ ഒരു സംഭവം നടന്നു. ചേച്ചി പറഞ്ഞു ഇല്ല, ഇത് കേസ് കൊടുക്കാതെ വിടരുത്, കംപ്ലൈന്റ് ചെയ്യണം. കാര്യം ഈ സമയത്ത് ഞങ്ങളുടെ മരണം മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങൾ നിൽക്കണേ. അപ്പോൾ അത്രയും വേദന സഹിച്ച് നിൽക്കുമ്പോൾ അയാൾ അങ്ങനെ പെരുമാറിയെങ്കിൽ ഒരു മരിച്ചൊരു ശവം കിട്ടിയാലും അയാൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു കംപ്ലൈന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പോലീസ് വന്ന് ഞാൻ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. അവർ എഴുതിയൊന്നും നോട്ട് ചെയ്തില്ല, എഫ്ഐആർ ഒന്നും എടുത്തില്ല, നടന്ന സംഭവങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ അവിടുന്ന് ഓട്ടോ കയറ്റി അപ്പം തന്നെ അവിടുന്ന് വിട്ടു. അവിടെ ഒബ്സർവേഷനിൽ വെക്കൊന്നും ചെയ്തില്ല, അവിടുന്ന് ഓട്ടോ പിടിച്ച് അപ്പം തന്നെ ഞങ്ങളെ വിട്ട് അടുത്ത ദിവസം ഞാൻ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. കായംകുളത്തുനിന്ന് ഞാൻ ആ ആക്സിഡന്റ് പറ്റി പരിക്ക് മൊത്തം ഞങ്ങൾക്ക് ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ വെളുപ്പിന് 5 മണിയായി ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ, സുഹൃത്തിന്റെ കൊല്ലത്ത് വീട്ടിലെത്തിയിട്ട് പിന്നെ അവിടുന്ന് ഞാൻ കായംകുളം രാവിലെ പോയി എഫ്ഐആർ ഇടാൻ വേണ്ടി മാത്രം ആ വയ്യായ്മയിൽ. എന്നിട്ട് ഞാൻ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അന്ന് അവിടെ വെച്ച് ചോദിച്ചു പറഞ്ഞ് കോടതിയിൽ മൊഴിയെടുക്കാൻ ഉടനെ വിളിപ്പിക്കുമെന്ന്. വിളിയൊന്നും വന്നില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അത് കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കേസിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. കേസിന്റെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പിന്നെ അവർക്ക് അയാൾ പ്രതിയാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അയാൾക്ക് നല്ല പാർട്ടി സ്വാധീനമുണ്ട്, കൈ പൈസയുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ മൊഴി കൊടുത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ അടുത്ത് അയാളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട്, അയാളുടെ പക്ഷത്തുള്ള ഫ്രണ്ടോ ആരോ എനിക്കറിയില്ല, റിലേറ്റീവ് ആണോ ഫ്രണ്ടാണോന്ന്, പുള്ളിക്കാരൻ വന്നിട്ട് 10-25 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അത് സംസാരിക്കാൻ അവക്കും അറിയാം, അവളും പറയൂ അതെന്തായാലും 10-25 ലക്ഷം രൂപയൊക്കെ തരാം, എന്തിനാ ഇങ്ങനെ കേസിന്റെ വഴിക്കൊക്കെ പോകുന്നത്, അതങ്ങ് പിൻവലിച്ചേക്കാനെന്നോ. അപ്പൊ അതായത് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ സമീപിച്ചു. അത് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഇതിന് കംപ്ലൈന്റ് ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടതിന് ശേഷം എൻ്റെ സുഹൃത്തിന്റെ ഹസ്ബൻഡിന്റെ അടുത്തും
ഇതേപോലെ ഫണ്ട് ഓഫർ ചെയ്ത് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസ് പിൻവലിക്കാൻ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ആദ്യത്തെ 2 ദിവസം ഒളിവില്ല. ഞാൻ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ 2 ദിവസം അയാൾ ഒളിവില്ല. അപ്പൊ അയാൾ തെറ്റ് ചെയ്യാതാണ് ഒളിവിൽ പോണത്. തെറ്റ് ചെയ്യാത്ത ഒളിവിൽ പോകണ്ടല്ലോ. നിലവിൽ ഈ പോലീസ് 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുകയോ FIR രജിസ്റ്റർ ചെയ്തതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോയോ? ഇല്ല FIR ഇട്ടു, അത് തന്നെ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നെ ഇപ്പം കോടതി കൊണ്ടുപോകാനോ മൊഴി പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ 2 ദിവസം അയാൾ ഒളിവിലായിരുന്നു. 3-ാമത്തെ ദിവസം തൊട്ട് അയാൾ ബാക്കി എല്ലാ പരിപാടിയിലും അവിടെ തന്നെ ഉണ്ട്. സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നിലവിൽ പോലീസ് സ്റ്റേഷൻ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇതുവരെ ഞാൻ പോയില്ല. പക്ഷെ ഇനിയിപ്പോ കോടതി വഴി നേരിട്ട് പോകാമെന്ന് വിചാരിക്കുക. കാര്യം എന്തായാലും എനിക്കിതിന് നീതി വേണം. അപ്പൊ ഞാൻ കോടതി വഴി പോകാമെന്ന് തന്നെ വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യപരിശോധന അങ്ങനെ ഏതെങ്കിലും നടത്തിയോ ഈ പോലീസ് കേസെടുത്തതിന് ശേഷം? അന്ന് ഹോസ്പിറ്റലിൽ വെച്ചത് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം രാവിലെ പോലീസുകാരുമായിട്ട് അവിടുത്തെ ഗൈനക്ക് രാവിലെയാണ് വരുന്നത്. അപ്പോൾ ഗൈനക്കിനെ അവിടെ വന്ന് കാണാനാണ് പറഞ്ഞത്. പക്ഷെ അടുത്ത ദിവസം രാവിലെ സ്റ്റേഷനിൽ പോയി ഞാൻ പറയുന്നത് അവർ കേട്ടു, അവർ നോട്ട് ചെയ്തു, അത് FIR ഇട്ടു എന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ട്രിവാൻഡ്രം വന്നിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും എൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഈ യുവതിയുടെ വാക്കുകൾ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. കാരണം ഒരു യാത്രാമധ്യേ ഉണ്ടാകുന്ന അപകടം, ആ അപകടത്തിൽ വലിയ പരുക്കാണ് ശരീരത്തിനേറ്റത്. അതിനേക്കാൾ ആ പരിക്കിനെ അല്ലെങ്കിൽ ആ ഏറ്റ മുറിവിനേക്കാൾ വലിയ വേദനയാണ് ആ രക്ഷാപ്രവർത്തനത്തിനെത്തിയ അയാളിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പോലീസ് ഒരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല. അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് DGP ആലപ്പുഴ SP-യോട് അടിയന്തരമായി തന്നെ വിഷയത്തിൽ ഇടപെടാൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ശ്രീധർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.